മുൻ ആരോഗ്യമന്ത്രി വീണ ജോർജും കെ മുരളീധരനും തമ്മിൽ വാക്പോര് തുടരുന്നു. എന്താണോ കാര്യം? വാട്ട് ഇസ് ദ റീസൺ? ആരോഗ്യവകുപ്പിൽ നിന്ന് ആകെ നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് കഴിഞ്ഞ 10 വർഷക്കാലത്തെ റീൽസും അവസാനത്തെ 5 വർഷത്തെ വീണ വീട്ടലുമായിരുന്നു സാർ. സഭയിലെ കെ മുരളീധരന്റെ പരാമർശത്തിന് പിന്നാലെ വിടുവായത്തം നിർത്തി വകുപ്പിനെ ഏകോപനത്തോടെ നയിക്കൂ എന്ന FB പോസ്റ്റുമായി വീണ ജോർജ് രംഗത്തെത്തി. കെ മുരളീധരനെ ഉത്തരവാദിത്തം പഠിപ്പിക്കുന്നത് ആരാണ്? ജനം വീട്ടിലിരുത്തിയവിടെ ആര് മറുപടി വല്ല കാര്യം ഉണ്ടായിരുന്നോ വീണ ചേച്ചി? എങ്ങനെ മാറി മാറി സാരി ഉടുത്ത് ആഴ്ച റിബണും മുറിച്ച് എന്തൊക്കെ പ്രഹസനങ്ങൾ കാണിച്ച് നടന്നതാ മനുഷ്യന്റെ അവസ്ഥയെ. എന്റെ പിള്ളേരെ ഈ സ്വഭാവം ഒന്നും പഠിച്ചു വെച്ചേക്കല്ലേ, ജീവിതം ചുമ്മാ വെടി തീർന്നു പോയുള്ളൂ. മേധാക്ഷയം ബാധിച്ച രോഗിയെ പോലെയാണ് CPM-ന്റെ തോറ്റ മന്ത്രിമാരുടെ എല്ലാം അവസ്ഥ. ഇവർ തോറ്റതായി ഇവരുടെ മനസ്സിൽ തോന്നുന്നതേയില്ല. ജനം ഞങ്ങൾക്ക് വേണ്ടി കൊതിച്ചിരിക്കുകയാണെന്നാണ് ഈ പാപങ്ങളുടെ ഒരു ധാരണ. അതാ പ്രകൃതം. എന്താ ചെയ്യാ, ഒരു ജന്മം. വിടുവായത്തം നിർത്തി വകുപ്പിനെ ഏകോപനത്തോടെ നയിക്കൂ. 30 ദിവസത്തിനുള്ളിൽ സംസ്ഥാനത്ത് പനി ബാധിച്ചു മരിച്ചത് 87 പേരാണ്. കൃത്യമായിട്ട് സ്ഥാനം പോയപ്പോൾ ഇരുന്ന് കണക്കെടുപ്പൊക്കെ നടത്തുന്നുണ്ട്. ഉത്തരവാദിത്തത്തെ കുറിച്ച് പറയാനുള്ള ഇവരുടെ എല്ലാ റൈറ്റ്സും നമുക്കറിയാം. അങ്ങനത്തെ തോന്നിയതാണ് പന്നിയിടയിലിരിക്കുന്നത്. വിടുവായത്തം പറയുകയാണ് മുരളീധരൻ എന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. എത്ര കറക്റ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് നിലവിലെ ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞത്. കഴിഞ്ഞ 5 വർഷം കൊണ്ട് വീണ വീട്ടലും നിയമസഭയിൽ ചെന്ന് നിന്ന് നിരന്തരം കപ്പിത്താന് വാഴ്ത്തുപാട്ടും പാടുകയല്ലാതെ ചുമ്മാതെ കെട്ടിപ്പൊക്കിയ ഒഴിഞ്ഞ കുറെ കെട്ടിടങ്ങളില് റിബണും വലിച്ചു കെട്ടി അത് മുറിക്കുകയല്ലാതെ എന്താ ചെയ്തത്? ഉളുപ്പുണ്ടടാ ചക്കണക്ക്. വെറുതെ മിണ്ടാതിരുന്നാ പോരെ? കുറെ നാള് കടന്ന് മിണ്ടിയതല്ലേ? മിണ്ടല് മാത്രമല്ലേ ഉള്ളായിരുന്നു, പ്രവർത്തികളൊന്നും ഇല്ലായിരുന്നല്ലോ. അതുകൊണ്ടല്ലേ ഇപ്പൊ വീട്ടിലിരുത്തിയത്. ഇടതുപക്ഷം ഹൃദയകക്ഷമാണെന്ന് മനുഷ്യരെ ഓർമ്മിപ്പിക്കാൻ നിരന്തരം ഇങ്ങനെ പാടിക്കൊണ്ടേയിരിക്കും ഞങ്ങൾ. എരണം കെട്ടവൻ നാട് ഭരിച്ചാൽ നാട് മുടിയും. നിപ്പ പോലെ ഇതുവരെ കേൾക്കാത്ത രോഗങ്ങൾ കേരളത്തിൽ ബാധിക്കുന്നു. വവ്വാലാണത്രേ അത് പരത്തുന്നത്. കെ കരുണാകരനും AK ആന്റണിയും ഉമ്മൻചാണ്ടിയും ഭരിച്ചപ്പോൾ നാട്ടിൽ വവ്വാൽ ഉണ്ടായിരുന്നില്ലേ? ഇപ്പോൾ വവ്വാൽ രോഗം പരത്താൻ കാരണം ഭരിക്കുന്നവർ ശരിയല്ലാത്തത് കൊണ്ടാണ്. പക്ഷെ ഞങ്ങൾ ഈ കാഴ്ചപ്പാടുള്ളവരല്ല സാർ. എന്റെ അമ്മയ്ക്ക് എന്തൊരു പെർഫോമൻസ്. വീണ ജോർജ് ആയിരുന്നെങ്കിൽ പ്രാണിതീനി വവ്വാലിന്റെയും പഴന്തീനി വവ്വാലിന്റെയും പല്ലടിച്ച് താഴെയിടുമെന്ന മട്ടിലാണ് കമ്മികളുടെ ഉദ്ഘോഷണം. വ്യക്തിപരമായി മന്ത്രിയെയോ മുഖ്യമന്ത്രിയെയോ ഈ വിഷയത്തിൽ അധിക്ഷേപിക്കാൻ ഞങ്ങളില്ല. അത് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ സംസ്കാരമല്ല. എന്റെ അടുത്ത് വേലിറക്കല്ലേ, നിന്നെ എനിക്ക് അറിഞ്ഞൂടെ? എന്താ നിന്റെ ഉദ്ദേശം? ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള പകർച്ചവ്യാധി വരുന്നത് ഏതെങ്കിലും ഭരണാധികാരി ഭരിക്കുന്നത് കൊണ്ടാണെന്ന് കരുതുന്നവരല്ല സാർ. ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രിയുടെ കാഴ്ചപ്പാടല്ല ഞങ്ങളുടെ കാഴ്ചപ്പാട്. ഓ, അത് ഭയങ്കരം തന്നെ. തോറ്റു തുന്നം പാടിയ 13 മന്ത്രിമാരും ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങളല്ലാതെ നിങ്ങൾക്ക് മറ്റാരുണ്ട് എന്നാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്കണ രമണ. സാർ, പകർച്ചവ്യാധികൾ കേരളത്തിൽ പടരുന്നതിന്റെ കാരണം അത് ആര് ഭരിക്കുന്നു എന്നുള്ളത് നോക്കിയല്ല, എന്നാൽ അവ തടയുന്നതിൽ സർക്കാരിന്റെ കാഴ്ചപ്പാട് എന്ത് എന്നുള്ളതാണ് സാർ പ്രധാന പ്രശ്നം. അസൂയാണ് പോലും. ആർക്കായാലുണ്ടാവും അസൂയ. സാർ, ഒരു സർക്കാരിനെ വിലയിരുത്താൻ ഒരു 35 ദിവസം മതിയാകില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. പക്ഷെ ഒരു സർക്കാർ ഏത് ദിശയിലേക്കാണ് സഞ്ചരിക്കുന്നതെന്ന് തിരിച്ചറിയാൻ 35 ദിവസം ധാരാളമാണ് സാർ. ഭരണം പോയതിന്റെ മനപ്രയാസത്താൽ ചില്ലറ വിങ്ങലല്ല സഖാക്കളുടെ ഉള്ളിലുള്ളത്. ആ നോട്ടം സൂക്ഷിക്കണം, അവൻ ഫെവിക്കോളിനും പശയടിക്കുന്നവനാ. പകർച്ചവ്യാധി പകരാതിരിക്കാൻ സർക്കാരിനോടൊപ്പം നിന്നുകൊണ്ട് എന്തൊക്കെ ഇടപെടൽ നടത്താൻ വേണ്ടി സാധിക്കും ആ ഇടപെടലുകൾ നടത്തി മുന്നോട്ട് പോവുക എന്നുള്ള ക്രിയാത്മക പ്രതിപക്ഷത്തിന്റെ ചുമതലയാണ് ഞങ്ങൾ നിർവഹിച്ചിട്ടുള്ളത്, നിർവഹിക്കാൻ ഉദ്ദേശിച്ചിട്ടുമുള്ളത്. മോനെ ദാമു, നിന്റെ വെടി ഞാൻ കുറെ കേട്ടതല്ലേടാ. എന്നാൽ ചില ഗൗരവമേറിയ പ്രശ്നങ്ങൾ, സർക്കാർ തിരുത്തേണ്ട വിഷയങ്ങൾ, അടിയന്തരമായി തിരുത്തി മുന്നോട്ട് പോകേണ്ട പ്രശ്നങ്ങൾ, അത് ചൂണ്ടിക്കാട്ടുക ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഇവര് കയറിയിട്ട് 1 മാസം, ഇവരിറങ്ങിയിട്ട് 1 മാസം. അതൊന്ന് ഓർത്തോണം. ഇത്രയും കുറ്റപ്പെടുത്തുന്നുണ്ടല്ലോ. അതങ്ങനെ കുറ്റപ്പെടുത്താൻ അല്ലാതെ കുടുംബത്തിന് ഒരു പ്രയോജനം ഇല്ലല്ലോ. ആരോഗ്യ മേഖലയിലെ കേരള മോഡൽ ലോകമാകെ അംഗീകരിച്ചതാണ്. എന്നാൽ ആ കേരള മോഡൽ UDF ഗവൺമെന്റ് കൈവിടുന്നു എന്നുള്ളതിന്റെ സൂചനകളാണ് ഈ 35 ദിവസത്തെ ഇടപെടലുകളിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. നിനക്കും ഞാൻ സുഖമില്ലാത്തോണ്ട് കുഴപ്പമില്ലട്ടാ. അത് അനുവദിക്കാൻ വേണ്ടി പറ്റില്ല എന്ന് പറയാൻ ഞാൻ ആദ്യമേ ആഗ്രഹിക്കുകയാണ്. അത് ഞങ്ങളുടെ മാത്രം അഭിപ്രായമല്ല, കേരളത്തിലെ 100% വരുന്ന ജനങ്ങളും ആഗ്രഹിക്കുന്നതാണ്. ഒരു കള്ളൻ
കുറെ നുണ പറയാനും നീയൊക്കെ ഇത് കേട്ട് വായും പൊളിച്ച് നിൽക്കാൻ. കെട്ടിടം തകർന്നു വീണ സമയത്തും രോഗികള് ചികിത്സ കിട്ടാതെ മരിച്ച സമയത്തും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ തന്നെ ശസ്ത്രക്രിയയ്ക്ക് ഉപകരണങ്ങളില്ലെന്ന് പറഞ്ഞ സമയത്തും ഇവരെന്താ പറഞ്ഞത്? ഇതൊന്നും നമ്മുടെ പ്രശ്നം കൊണ്ട് സംഭവിക്കുന്നതല്ല. കെട്ടിടം തള്ളിമറിച്ചത് ആരോഗ്യവകുപ്പ് മന്ത്രിയല്ല, രോഗികൾക്ക് രോഗമുണ്ടാക്കുന്നത് ആരോഗ്യവകുപ്പ് മന്ത്രിയല്ല, പകർച്ചവ്യാധികൾക്ക് കാരണം ആരോഗ്യവകുപ്പ് മന്ത്രിയല്ല. നമുക്ക് ഈ ഉത്തരവാദിത്വം ഒന്നും ഏറ്റെടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ ആളുകളാ. സർ, മെയ് 20, 2021 LDF ഗവൺമെന്റ് അധികാരമേറ്റപ്പോൾ കോവിഡ് കാലമായിരുന്നു. അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. കോവിഡ് കാലം അധികാരമേറ്റ LDF സർക്കാരിന്റെ ആദ്യ മാസം ജീവൻ രക്ഷിക്കുവാനുള്ള പോരാട്ടത്തിന്റേതായിരുന്നു. അതിനൊന്നും ഇല്ലേ സാർ, മെയ് 18, 2026 അധികാരത്തിൽ വന്ന UDF സർക്കാരിന്റെ ആദ്യ മാസം ഭരണപരമായ തർക്കങ്ങളുടെയും പ്രഖ്യാപനങ്ങളുടെയും ഭാഗമായി പലരുടെയും മാനം രക്ഷിക്കാനുള്ള മാസമായി മാറി എന്നുള്ളതൊരു വസ്തുതയാണ് സാർ. എന്തെല്ലാം പകർച്ചവ്യാധികളാണ് സാർ കേരളത്തിൽ ഈ മഴക്കാലത്ത് പെരുകുന്നത്? നിപ്പ, എബോള, എംപോക്സ്, ഷിഗല്ല, വെസ്റ്റ്നെൽ, ഡെങ്കി, മലേറിയ, കോളറ, അമീബിക് മസ്തിഷ്ക ജ്വരം, കുരങ്ങുപനി എന്നിങ്ങനെ മാരക സ്വഭാവമുള്ള രോഗങ്ങൾ ഉൾപ്പെടെയാണ് കേരളത്തിൽ സ്ഥിരീകരിക്കപ്പെടുന്നത്. അറിയാമോ? അറിയില്ല, എന്നാ അറിയണം. സാർ, ഇവിടെ ഈ പറയുന്നത്ര യാതൊരു ഭീകരമായിട്ടുള്ള അന്തരീക്ഷവും കേരളത്തിലില്ല, ആരോഗ്യവകുപ്പിലും ഇല്ല. പിന്നെ സാർ, ആരോഗ്യവകുപ്പിൽ നിന്ന് ആകെ നേരിടുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് കഴിഞ്ഞ 10 വർഷക്കാലത്തെ റീൽസും അവസാനത്തെ 5 വർഷത്തെ വീണ വീട്ടലുമായിരുന്നു സാർ. ഈ സർക്കാർ വന്നതിന് ശേഷം റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ അത് ഉടനെ തന്നെ അന്വേഷിച്ച് അതിന് പ്രതിരോധ നടപടികൾ സ്വീകരിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. ഈ സർക്കാരിന്റെ കാലത്ത് ഞാൻ അധികാരത്തിൽ വന്നതിന് ശേഷം ആകെ ഒരു കേസാണ് റിപ്പോർട്ട് ചെയ്തത്. ഉടൻ തന്നെ അതിനുള്ള പ്രതിരോധ നടപടികൾ സ്വീകരിച്ചു. ഇതുവരെ ഒരാൾക്ക് മാത്രമാണ് സാർ പോസിറ്റീവായത്. രോഗിക്ക് രോഗം സ്ഥിരീകരിച്ചപ്പോൾ ഇവിടെ ആദ്യം ശ്രീ റിയാസ് പറഞ്ഞു, മന്ത്രി ഒന്ന് പറഞ്ഞു, ഉദ്യോഗസ്ഥർ വേറെ പറഞ്ഞു. നാവ് വളയ്ക്കുന്നത് നുണ പറയാനെന്നുള്ളതാ അവന്റെ തിയറി. ചില ഉദ്യോഗസ്ഥന്മാർ ഭരണം മാറിയത് അറിയാതെ കഴിഞ്ഞ സർക്കാരിനോട് കൂറ് കാണിക്കുന്ന ചില പ്രവർത്തനങ്ങൾ നടത്തിയപ്പോൾ അവരിന്ന് കസാല മാറ്റിയിരുത്തിയിട്ടേ ഉള്ളൂ സാർ. മറ്റൊരു കുഴപ്പമില്ലായിരുന്നു. നിന്റെ ചുളുവരട്ട് പണികളൊന്നും എന്റെ അടുത്ത് എടുക്കണ്ട സാർ. ഈ നിപ രോഗിക്ക് ആദ്യ ദിവസം തന്നെ, കഴിഞ്ഞ 10-ാം തീയതിയാണ് രോഗി അഡ്മിറ്റ് ആക്കുന്നത്. ആദ്യ ദിവസം തന്നെ ചികിത്സാ മരുന്നുകളായ മോണോക്ലോണൽ ആന്റിബോഡി, അതും റിബാവിറിനും, ഈ 2 മരുന്നുകൾ അന്ന് തന്നെ കൊടുത്തു. അങ്ങനെയല്ലല്ലോ ഞാൻ കേട്ടത്. എന്ന് അങ്ങനെയാണ്. പിന്നെ ഉള്ളത് ഇവിടെ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞത് റെംഡിസിവിർ എന്ന മരുന്നാണ്. അത് സാർ അങ്ങയുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി പറയുകയാണ്, അങ്ങ് മന്ത്രിയായ ആ മന്ത്രിസഭയുടെ കാലം തൊട്ട് ഈ മരുന്ന് വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്തിട്ടില്ല. 24 മണിക്കൂറിനുള്ളിൽ 10-ാം തീയതി റിപ്പോർട്ട് ചെയ്തു. 24 മണിക്കൂറിനുള്ളിൽ ബഹറിൽ നിന്ന് ഡൽഹി വഴി ആ മരുന്ന് കണ്ണൂരിലെത്തിച്ച് അന്ന് രാത്രി തന്നെ രോഗിക്ക് ആദ്യ ഡോസ് കൊടുത്തു. വീണ ജോർജ് ആയിരുന്നെങ്കിൽ പ്രാണിതീനി വവ്വാലിന്റെയും പഴന്തീനി വവ്വാലിന്റെയും പല്ലടിച്ച് താഴെയിടുമെന്ന മട്ടിലാണ് കമ്മികളുടെ ഉദ്ഘോഷണം. ബഹുമാനപ്പെട്ട പ്രമേയ അവതാരം പറഞ്ഞു, ഒരു സത്യതയും പറഞ്ഞു, നേരത്തെ തന്നെ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നെങ്കിൽ ഇത് ഒഴിവാക്കാമായിരുന്നു. ശരിയാണ് സാർ, അങ്ങക്ക് അറിയാലോ, ഫെബ്രുവരി മാസം തൊട്ടല്ലേ സാർ ഇതിനെക്കുറിച്ചുള്ള മുൻകരുതലൊക്കെ തുടങ്ങേണ്ടത്. ഫെബ്രുവരിയിൽ ആരാ? ഞാനായിരുന്നു മന്ത്രി. ഫെബ്രുവരി മുതൽ ഒന്നും നടത്തിയില്ല സാർ. ഒരു രോഗപ്രതിരോധ പ്രവർത്തനങ്ങളും നടത്തിയില്ല. മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ ഒന്നും നടത്തിയില്ല. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഇതെല്ലാം കഴിഞ്ഞ മെയ് മാസത്തിൽ ഞങ്ങളൊക്കെ ചാർജ് എടുത്തപ്പോഴാണ് ഈ രോഗം അപ്പോഴേക്കും വ്യാപിച്ചു കഴിഞ്ഞു. പക്ഷേ ആ വ്യാപനത്തിന് ഒരു പരിധി വരെ തടയാൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ മറുപടിയിൽ പറഞ്ഞ കാര്യങ്ങളാണ്. അദ്ദേഹം നേരത്തെ തയ്യാറാക്കി കൊണ്ടുവന്ന ഒരു പ്രസംഗം കാരണമാണ് അതൊക്കെ എഴുതി വായിച്ചത്. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ തിരുവട്ടമാ. 4/6/2018 നിപ വൈറസ് ബാധ മൂലം ഈ വർഷം സംസ്ഥാനത്ത് 16 പേർ മരണപ്പെട്ടിട്ടുണ്ട്. 2 പേർ ചികിത്സയിലാണ്. എന്നിട്ടാണ് സാർ ഒരു രോഗി, വെന്റിലേറ്ററിൽ കിടക്കുന്ന രോഗി കാരണം ഇവിടെ എല്ലാം നിപ വ്യാപിച്ചു എന്നുള്ള ദുഷ്പ്രചരണം ഇവിടെ നടത്തുന്നു സാർ. അധികാരത്തുള്ള കാലത്ത് ഇതുപോലെ നോക്കിയോ? ഒരു ഭരണകൂടം എത്രമാത്രം ദുഷിക്കാമോ അതിനെല്ലാം മാതൃക കാണിച്ചു കഴിഞ്ഞ 10 വർഷത്തെ ഭരണം കൊണ്ട് പിണറായി വിജയൻ. തന്നെ കൊണ്ട് എന്തിനു കൊള്ളാം സാർ. ഈ തകർന്നു കിടന്നൊരു സിസ്റ്റം, 10 വർഷമായിട്ട് തകർന്നു കിടന്ന സിസ്റ്റത്തിനെയാണ് ഞങ്ങൾ നേരായ മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാതിരുന്ന ആളുകളാണ് ഇപ്പൊ കെ മുരളീധരന്റേത് വിടുവായിത്തമാണെന്ന് പറയുന്നത്. ആ ഒരു പോയിന്റിനോട് ഒരു കാരണവശാലും കേരള ജനതയ്ക്ക് യോജിക്കാൻ പറ്റത്തില്ല. വേണ ചേച്ചി, അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ?
ഇത് എന്റെ ഒരു നമ്പറാ പോക്കിരുത്തം കളിക്കുന്നുണ്ട് അതിൽ വേണ്ട തെണ്ടി. ഇവരെന്തൊക്കെ ജാടകളാണ് അവസാന കാലത്ത് കാണിച്ചു കൂട്ടിയത്. ഒരു കരിങ്കൊടി വീശിയപ്പോൾ കഴുത്തുളുക്കിയെന്ന് പറഞ്ഞ് അഭിനയിച്ചു. അങ്ങനെയുള്ള കപടനാട്ടിക്കാരിയായ ഒരു കമ്മ്യൂണിസ്റ്റുകാരിയോട് പോയി പണി നോക്കയെന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. ഈ കപ്പൽ ആടി ഉലയില്ല സാർ, ഇതിനൊരു കപ്പിത്താനുണ്ട് എന്ന ഒരൊറ്റ നിയമസഭയിലെ പ്രസംഗം മാതിരി നിങ്ങളൊരു ഹാസ്യ കഥാപാത്രമായി കഴിഞ്ഞു. ഈ കപ്പൽ ആടി ഉലയുകയില്ല സാർ. സാർ, ഇതിനൊരു കപ്പിത്താനുണ്ട്. നവകേരളത്തിന്റെ തീരത്തേക്ക് ഈ കപ്പൽ അടുത്തുകൊണ്ടിരിക്കുകയാണ് സാർ. ഈ കപ്പൽ ആടി ഉലയുകയില്ല. തൽക്കാലം ജനമത തള്ളി കരയ്ക്ക് കയറ്റി വെച്ചിരിക്കുകയാണ്. കള്ള കഴുത്തുളുക്ക് നാടകത്തോടെ നിങ്ങൾ ബോറൻ സഹാത്തിയായി മാറി. തോറ്റു തുന്നമ്പാടിയ പാർട്ടിയെ തിരിച്ചു വീണ്ടും ഭരണത്തിലെത്തിക്കാൻ ഏഴിമലക്കാട്ടിലെ മലങ്കുറവാ എന്ന പാട്ടുപാടി വല്ല നാടോടി നൃത്തവും നാടാകെ ചെയ്തു നോക്കുക. സത്യത്തിൽ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം എന്താണെന്ന് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കിയത് ഈ തെരഞ്ഞെടുപ്പിലാണ്. വീണ തോറ്റു, ബിന്ദു തോറ്റു, ചിഞ്ചു തോറ്റു. എന്തോരു ഡപ്പാങ്കൂത്ത് ഡാൻസുകളായിരുന്നു. ഈ തോൽവികളെല്ലാം കൂടി വീണ്ടും ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് UDFന്റെ ഭരണം മെച്ചപ്പെടുത്താൻ. നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നേയുള്ളൂ, വായടയ്ക്കുക, ജനലിന്റെ കൊളുത്തുമിട്ട് വീട്ടിലിരിക്കുക. അത് ജോറായി.